സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചെല്ലാം. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നിന്റെ സിംഹാസനമുമ്പാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയ കീർത്തനങ്ങൾ 66-ാമത്തെ ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ കീർത്തനങ്ങൾ സോങ് നമ്പർ 66. ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ വിവാദവാനോ വാഴ്ത്തും നായക, ഞങ്ങളിൽ ഭാവാനോ വാഴ്ത്തും നായക. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോഴും 1-2 പാഠഭാഗങ്ങൾ വായിക്കുന്നത്രേ. അതിന് മധ്യേ കൺവെൻഷൻ ഗീതങ്ങൾ 6-ാമത്തെ ഗീതം പാടുന്നതായിരിക്കും. Today's first lesson is taken from Micah chapter 4, 1-7. Micah 4, 1-7. In the last days, the mountain of the Lord's temple will be established
as chief among the mountains. It will be raised above the hills, and the people will stream to it. Many nations will come and say, "Come, let us go to the mountain of the Lord, to the house of the God of Jacob. He will teach us his ways, so that we may walk in his path." The law will go out from Zion, the word of the Lord from Jerusalem. He will judge between many peoples and will settle disputes for strong nations far and wide. They will beat their swords into plowshares and their spears into pruning hooks. Nation will not take up sword against nation, nor will they train for war anymore. Every man will sit under his own vine and under his own fig tree, and no one will make them afraid, for the Lord Almighty has spoken. All the nations may walk in the name of their gods. We will walk in the name of the Lord our God forever and ever. In that day, declares the Lord, I will gather the lame, I will assemble the exiles, and those I have brought to the grave. I will make the lame a remnant, those driven away a strong nation. The Lord will rule over them in Mount Zion, from that day and forever. Here ends the first lesson.
രണ്ടാം പാഠം 1 യോഹന്നാൻ 4 അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ലെസൺ 2 1 ജോൺ ചാപ്റ്റർ 4 വേഴ്സസ് 7 to 21. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുവാൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ടാം പാഠം അവസാനിച്ചു. വെളിവു നിറഞ്ഞോ ഈശോനിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയ രകിലാധാരമത വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ കാവൽ കാതിരേ ശോഭിപ്പിക്കെന്നും മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. Oh
സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെ വിടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്തുതി. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചിരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്നുപോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാരും ബർബന്മാരും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുൽ സുബ്ഹാനൽ മിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ ശുശ്രൂഷയുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ ജനനത്തിന് സമയത്ത് ഇപ്രകാരം സംഭവിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല.
ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷി പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവൻ അത്രയും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്ലീബാട് മരത്തിൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തന്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കയറുകയും തന്നോടുകൂടി നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കുന്ന മെസ്സിയാ തമ്പുരാനും ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതവണ്ണം മായസില്ലാതെ ആക്കുന്നവനുമായ കർത്താവേ, സംഖ്യയില്ലാതവണ്ണം പെരുപ്പവും എലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെയും പാവങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവരെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും വൽപ്പാന്മാരെയും കശീശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹ്യാത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്നും നീക്കി മായ്ച്ചിരണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും ആകുന്നുവല്ലോ. സമാധാനത്തിന്റെ മക്കൾക്കുള്ള നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു.
ദൈവമായ കർത്താവേ, ദൈവികമായി ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധാലയത്തിൽ കൂടി നിന്ന് നിന്നിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസന്മാരും ദാസികളുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാതില്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീയ ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത് നിന്റെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ വലത്ത് ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ വബകുൽ സബഹാൽ വൽമിൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്നുത്തരമായിട്ട് പറയണം. അബോ കാദീശോ കാദീസ് ബ്രോ കാദീശോ കാദീസ് റൂഹോ ഹായോ കാദീശിൽ ഹായ് ദൽവോൽ മിൻ. ജ്ഞാനം വിളിച്ചു പറയുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് ഇന്ന് ഭവന വട്ടക്കാരന് പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് വന്ന് ചേരുവാൻ ദൈവം അവസരവും ഭാഗ്യവും നൽകാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഇപ്പോൾ നടത്തപ്പെടുന്നത് ഈ COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചാണല്ലോ. അതുകൊണ്ട് നമുക്ക്
പള്ളിയിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് പള്ളിയിൽ വന്ന് ആരാധിക്കുവാനായിട്ട് നമുക്ക് ഇപ്പോൾ സാവകാശം നമുക്ക് ലഭിക്കുന്നില്ല. അതിനാൽ വളരെ ചുരുങ്ങിയ ആളുകളാണ് നമുക്ക് ഈ ആരാധനയെ സംബന്ധിപ്പാനായിട്ട് നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള ക്രമീകരണം സഭയായിട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പ്രകാരമാണ് നമുക്ക് ഈ ആരാധനയിൽ നിങ്ങൾക്ക് സംബന്ധിപ്പാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ചൊല്ല് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും അങ്ങ് പോയോ എന്ന് വിചാരിച്ച്, നിങ്ങളുടെ സൗണ്ടൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും വലിയ ക്രൗഡായിട്ട് നിന്ന് ഈ ശബ്ദം പറയുന്ന ശീലം ആയതുകൊണ്ടായിരിക്കാം ഞാൻ കുറച്ച് സൗണ്ട് കുറച്ച് പറഞ്ഞാലും മതി എന്ന് ചിന്തിച്ചായിരിക്കാം. പിന്നെ പലരും മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ സൗണ്ട് പുറത്ത് വരാത്തതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ മാസ്ക് ധരിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ സൗണ്ടാണെന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആരാധനയിൽ ഒരാളുടെ പങ്കാളിത്തമല്ല, നമ്മൾ എല്ലാവരും ചേർന്നാണ് ആരാധന നിർവഹിക്കുന്നത്. അതിൽ ഓരോ വ്യക്തിയുടെയും പങ്ക് വലുതാണ്. ഏറ്റവും ജൂനിയർ ആയിരിക്കുന്ന കിച്ചുവിൻ്റെ വരെ പങ്കാളിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും അതിൻ്റെതായ പങ്കുണ്ട്. അതുകൊണ്ട് അച്ഛനും ശുശ്രൂഷനും നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ആരാധന ഒരിക്കലും ഒഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് 7:45 തന്നെ വന്ന് ഇവിടെ പേരും രജിസ്റ്ററും ടെമ്പറേച്ചറും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്ന് ഒരു 5 മിനിറ്റെങ്കിലും നമുക്കൊരു ധ്യാനപൂർവ്വം ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ഒരുങ്ങുവാനായിട്ട് സാധിക്കുന്നു. ഒരുക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ഒരുക്കമാണ് ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അത് ബലവത്തായിത്തീരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ജനത്തിൻ്റെ പാപം, സഭയുടെ കുറവുകൾ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇതിനെ ഭയങ്കരമായിട്ട് വലിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ചേർന്ന് പിടിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം ഇതിൽ സംബന്ധിക്കേണ്ടത്. എന്തുമാത്രം നമ്മളതിൽ ശ്രദ്ധയോടെയും നമ്മൾ എന്തുമാത്രം ഏകാഗ്രതയോടെയും ഇതിൽ പങ്കുചേരുന്നു അത്രമാത്രം നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുറവ് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു അലസത മൂലമായിരിക്കാം ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഒരുപക്ഷെ അലംഭാവമായി പോകുന്നത്. വളരെ പ്രയർഫുള്ളായിട്ട് നമുക്കിതിൽ സംബന്ധിപ്പാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി വന്ന് നിങ്ങളിൽ സംബന്ധിക്കണം. കുർബാന റിസീവ് ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണല്ലോ. നിങ്ങളുടെ കയ്യിൽ കപ്പ് കാണുമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വലത് കൈയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇടത് കൈ അടിയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം. വളരെ പ്രാർത്ഥനാപൂർവ്വം അത് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾക്കത് വായിലേക്ക് അത് കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാതെ നിങ്ങൾക്ക് വായിലേക്ക് അത് ഭക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടേബിളിൽ വയ്ക്കാം, കയ്യിൽ പിടിക്കാം. അത് നിങ്ങൾക്ക് അതിലേക്ക് വായിൽ പകരുന്നതിന് പകരം ആ കപ്പിലേക്കായിരിക്കും പകരുന്നത്. നിങ്ങളുടെ കൈവശം വൈൻ സാക്രമെൻ്റ് കപ്പ് ഇല്ല എങ്കിലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അത് കരുതിയിട്ടുണ്ട്. അത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കപ്പ് എടുത്ത് അത് നിങ്ങൾക്ക് പാനം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് സ്വന്തമായിരിക്കും, അത് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാ മാസത്തിലും ഓരോ കപ്പ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് വരണ്ട. നിങ്ങൾ അത് ഓർത്ത് വരുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു റിമൈൻഡർ അത് ഇടുന്നത്. അത് നിങ്ങൾക്ക് സാക്രമെൻ്റ് ഒരു ഒരു കപ്പ് ആണെന്നുള്ള ചിന്തയിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് കരുതി വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഈ സ്തോത്രകാഴ്ച നമ്മൾ മുന്നോട്ട് വന്നാണ് അത് സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ വരുമ്പോഴും മാസത്തിൽ ഒരിക്കൽ ഉള്ള ഒരു സ്തോത്രകാഴ്ചയാണ് നിങ്ങൾ സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 4 ഞായറാഴ്ചത്തെയും കൂടെ കൂട്ടി നിർത്തി എപ്പം കുർബാന വെച്ചാലും 10 രൂപ എടുത്തോളെന്ന് നിർബന്ധം പിടിച്ച് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പള്ളിക്ക് കൊടുക്കാനുള്ള 1 ഡേ ഇൻകം, ഏതെങ്കിലും തരത്തിൽ പള്ളിക്ക് കൊടുക്കാനുള്ള നിങ്ങൾക്ക് റെസിപ്റ്റ് വേണ്ടതായ കവറുകൾ മാത്രം പേരെഴുതിയിടാം. അല്ലാത്തത് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നമുക്ക് കുറച്ച് കടവും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് ഈ മാർച്ചിന് മുമ്പ് വീട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ഡേ ഇൻകം കവർ നിങ്ങൾക്ക് ലഭിച്ച് കാണുമെന്ന് ചിന്തിക്കുന്നു. ഇല്ല എങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ട്രസ്റ്റിമാർ വഴി അത് വിതരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളത് ക്രമീകരിച്ച് കൊണ്ടുവരുന്നത് ഏറെ സന്തോഷകരമായ അനുഭവമാണ്. നമ്മുടെ ക്രിസ്മസ് കാരോൾ സർവീസ് 23rd അത് വെർച്വലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭവനത്തിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കത് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും അതിൽ സംബന്ധിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് എല്ലാവർക്കും അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് 24th ഈവനിങ് 7 മണിക്ക് വൈകുന്നേരത്ത് വിശുദ്ധ കുർബാന ശുശ്രൂഷ ബിലോ 60 ആളുകൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു.
25th മോർണിംഗ് 8 മണിക്ക് എബോവ് 60 ആളുകൾക്ക് വേണ്ടിയിട്ടും ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ ആളുകൾ വരുന്നെങ്കിൽ അത് ഡിവൈഡ് ചെയ്യും. എന്നാൽ അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ മുൻപാകെ നിങ്ങൾ പേര് കൊടുക്കണം. അത് ആളുകൾ കൂടുന്നെങ്കിൽ മാത്രമായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പള്ളിയുടെ ഒരു 50% കപ്പാസിറ്റിയിൽ അത് വിശുദ്ധ കുർബാന നടത്തപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ തുറന്നുള്ള ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. 31st കുർബാന ശുശ്രൂഷയും അപ്രകാരമായിരിക്കും. അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് അത് ലഭിച്ച് കാണുമെന്ന് ചിന്തിക്കുന്നു. ഇല്ലെങ്കിൽ തുടർന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. 1-ാം തീയതി ആയിരിക്കും സീനിയർ സിറ്റിസന് വേണ്ടിയും 31st വാച്ച് നൈറ്റ് സർവീസ് ബിലോ 60 ആളുകൾക്ക് വേണ്ടിയിട്ടുമായിരിക്കും. ഇപ്പോൾ ഗായക സംഘം ക്രിസ്തീയ കീർത്തനങ്ങൾ 119 ഗീതം പാടുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് സ്തോത്ര കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് സമർപ്പിച്ചതിന് ശേഷം 2 വശങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ ആഴ്ചകളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ അറിയിക്കട്ടെ. 20th ഡിസംബർ വിനീത് സാം ജുൺവാണി റോഡ്, മിനി വർഗീസ് അയ്യപ്പ നഗർ. 21st ഡിസംബർ ആലീസ് ഫിലിപ്പ് ബോർസി, നിഷ ഷിബു വർഗീസ് ചറോദ. 22nd ഡിസംബർ ബീന കുര്യൻ റിസാലി, ജസ്ലിൻ ജെയിംസ് ഹുഡുക്കോ, സജീഷ് VF സുപേല. 23rd ഡിസംബർ കാരൺ വർഗീസ് സൂര്യവിഹാർ, ജനിൻ രഞ്ജി പത്മനാഭൂർ, ലത തോമസ് ദുർഗ്. AO സാമുവേൽ റിസാലി. 24th ഡിസംബർ ആൻസി ജിജി ഗാന്ധിനഗർ, ജോൺ ഫിലിപ്പ് അയ്യപ്പ നഗർ. 25th ഡിസംബർ ഷാജി മാത്യു സെക്ടർ 10. 26th ഡിസംബർ എബിസൺ വർഗീസ് രൂപബന്ധ സെക്ടർ, ബ്രയാൻ സാം വർഗീസ് അയ്യപ്പ നഗർ. ഈ ആഴ്ചയിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന 26th ഡിസംബർ ജോൺ മാത്യു ആൻഡ് ആനി ജോൺ ബോർസി, ഈപ്പൻ എബ്രഹാം ബിന്ദു എബ്രഹാം സെക്ടർ 2. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നതിൽ ജന്മദിനം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഹല്ലേലൂയ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു വർഷത്തിൻ്റെ ആരംഭ സമയം മുതൽ ഈ നിമിഷം വരെയും അത്ഭുതകരമായ കൃപയ്ക്കായും പരിപാലനത്തിനുമായും ദൈവമേ സ്തുതി. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ. വഴി നടത്തിയ എല്ലാ വിധങ്ങൾക്കും അത്ഭുതകരമായ പരിപാലനത്തിനുമായി ദൈവമേ സ്തുതി. ഇന്ന് കർത്താവെ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരോട് നീ കരുണ തോന്നണമേ. കർത്താവിൻ്റെ കൃപ കർത്താവെ പ്രിയപ്പെട്ട മക്കളുടെ മേലോടൊന്ന് കൂടെ ഉണ്ടായിരുന്നു. അവർ പ്രവേശിക്കുന്ന പുതിയ വർഷം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ സഹായിക്കണമേ. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം ദുരിതങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ദൈവം ഞങ്ങളെ എത്രത്തോളം സൗഖ്യത്തോടെ അവിടുന്ന് ബലപ്പെടുത്തിയതിനാ ദൈവമേ സ്തുതിക്കുന്നു. ലഭിച്ച നന്മകൾ അവിടുത്തെ കൃപയെന്ന് ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. സകലവിധമായ നന്മകൾ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. മംഗള ഗീതിയാൽ നിറ
നമുക്ക് സ്തോത്രം ചെയ്യാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, കർത്താവേ, ഡിസംബർ മാസത്തിലും ഒരുമിച്ച് പള്ളിയിൽ വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കുമായ ദൈവമേ സ്തുതി. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാൻ ഒന്നുമില്ലല്ലോ. നടത്തിയ വിധങ്ങൾക്കും അത്ഭുതകരമായ കരുതലിനും പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കുമായ ദൈവമേ സ്തുതി. കർത്താവെ, ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന് വലിയ കൃപ അനുഭവിപ്പാനും ആ വലിയ കരുണ ഞങ്ങൾ കർത്താവെ അത് കൈക്കൊള്ളുവാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, സ്തോത്ര കാഴ്ചയായി സമർപ്പിച്ച മക്കളെയും ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിനായി ദൈവമേ കൊടുത്ത എല്ലാ കൃപകൾക്കുമായി ദൈവമേ സ്തുതി. ഞങ്ങളും ഞങ്ങൾക്കുള്ളവെല്ലാം അവിടുത്തെ ദാനമാകുന്നല്ലോ. നിന്റെ നാമത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമുക്ക് വീണ്ടും ഒരുമിച്ച് ഇന്നായിരിക്കാനായിട്ട് ദൈവം കൃപ നൽകിയതിന്. ആ വലിയ കൃപയ്ക്കായും കരുണയ്ക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നതാണ്, നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണം. നിങ്ങളാരും ഇതിനകത്ത് അലക്ഷ്യമായിട്ട് അതിൽ പങ്കുചേരില്ല. ഞാനിത് പറയുന്ന ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, നമ്മുടെ എല്ലാവരും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വചന കേൾവി നമുക്ക് ലഭിക്കുന്നതായ അപൂർവ അവസരങ്ങൾ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 1-14, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ചയാണ്. സൺഡേ ബിഫോർ ക്രിസ്മസ്, അവർ ലോർഡ് ഈസ് കമ്മിങ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ധ്യാനിക്കുന്നതായ ചിന്ത. അവർ ലോർഡ് ഈസ് കമ്മിങ്, നമ്മുടെ കർത്താവ് സമാഗതൻ ആകുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതായ ഒരു നിമിഷമാകുന്നു. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 2020 നമ്മളെ വലിയ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണ് നമ്മൾ പോയത്. ഇപ്പോഴേ തന്നെയും ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് കാണുവാൻ സാധിക്കും, ആരും കഴിഞ്ഞ വർഷം വിശ്വസ് തന്നതുപോലെ ഈ വർഷം തരല്ലേ, നല്ല വിശ്വസ് നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ച ആളുകൾക്കൊക്കെ നമുക്ക് ഒരു വലിയ ദുരിതങ്ങൾ കയ്യിലേറിയതായ ഒരു വർഷമായിരുന്നു 2020. നമുക്കൊരു പുതിയ വർഷത്തെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവകൃപയോടെ നമുക്ക് ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതൊരു ചരിത്രപ്രധാനമായ ഒരു അനുഭവമാണ്. ഈ യോഹന്നാൻ ഈ സുവിശേഷം അത് എഴുതുമ്പോഴും സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. മാത്യു, മാർക്ക്, ലൂക്ക് അത് യേശു കർത്താവിൻ്റെ ജനനം തുടങ്ങി അതിൻ്റെ അവസാന ഉയർപ്പ്, സ്വർഗാരോഹണം വരെ എഴുതുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു ആർട്ടിക്കുലേഷനാണ് ഈ ജോൺ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത് വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും ദൈവമേ സ്തുതി. കർത്താവെ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ആ ചിന്തകൾക്കായി ദൈവമേ സ്തുതി. ഞങ്ങളുടെ മനസ്സിൽ പല ചിന്തകളിലൂടെയും വിഷമങ്ങളിലൂടെയും വേദനകളിലൂടെയൊക്കെ ഇന്ന് ഈ ആരാധനയെ സംബന്ധിപ്പാൻ ഞങ്ങൾ മെനക്കെട്ട് പ്രയാസപ്പെട്ട് കർത്താവെ ഇന്ന് വന്ന് സംബന്ധിക്കുന്നു. ഞങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം അവസരം ലഭിക്കുമ്പോൾ കർത്താവെ, ഇന്ന് ലഭിച്ച ഭാഗ്യകരമായ നിമിഷങ്ങൾക്കായി ദൈവമേ സ്തുതി. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഇവിടുന്ന് കാണണമേ. ഹൃദയങ്ങൾക്ക് കർത്താവെ, വേദനപ്പെടുന്ന ഹൃദയങ്ങൾക്ക് കർത്താവെ സ്വാന്തനമായി സമാധാനമായി ദൈവമേ ഈ വചനം പെയ്തിറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ക്ഷീണിച്ചിരിക്കുന്നതായ ഞങ്ങളെ നീറുന്നതായ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ബലം പകരുന്ന അനുഭവമായി തീരുവാൻ ഈ വചന കേൾവിയുടെ ഇടയാകണമേ. ഞങ്ങൾക്ക് കുറവുണ്ട് കർത്താവേ, ബലഹീനതയുണ്ട് കർത്താവേ. ഞങ്ങളെല്ലാം തികഞ്ഞവരല്ല കർത്താവേ, ഞങ്ങൾ പൂർണ്ണരല്ല കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകൾ കർത്താവേ, പ്രയാസങ്ങൾ നേരിട്ടതായ അനുഭവങ്ങളിൽ കർത്താവേ, ഈ വചന ഹല്ലേലൂയ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് കർത്താവെ വന്നതുപോലെ എല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അഭിഷേകം പ്രാപിച്ചവരെ ഹല്ലേലൂയ ഇന്ന് തിരിച്ചു പോകുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ ഉള്ളങ്ങളെ അവിടെ ഇടയാക്കണമേ. വചനം കർത്താവെ അവിടെ സൗഖ്യം നൽകണമേ. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളിൽ നീ അവിടെ ശക്തീകരിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. ഈ വചനം പങ്കുവെക്കുമ്പോൾ കർത്താവെ ബലഹീനനാടിയെ താങ്ങിക്കൊള്ളണമേ, വീണു പോകാതെ വേണം കർത്താവെ. കൈകാലുകൾക്ക് ബലം ലഭിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
കർത്താവെ, ജനങ്ങളുടെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണമേ. ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണമേ. ഞങ്ങളെ അവിടുന്ന് സൗഖ്യം നൽകണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമതരം അനുഭവങ്ങളിൽ, കണ്ണുനീരിൻ്റെ വേദനകളുടെ അനുഭവങ്ങളിൽ കർത്താവെ, സൗഖ്യമാകാതെ നീറുന്ന അനുഭവങ്ങളിൽ വന്നിരിക്കുന്നവർ കർത്താവെ, ഹല്ലേലൂയ, നീ അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അതിനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇതിനകത്ത് അഹങ്കരിച്ചു പോകാതെ, ഞങ്ങൾ കർത്താവെ അതിൽ മതിമറന്ന് കർത്താവെ നിഗളിച്ചു പോകാതെ ദൈവത്തിൽ തന്നെ ആരാധിപ്പാൻ തക്കോണം സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇൻ ദ ബിഗിനിങ് എന്നാരംഭിക്കുന്നതായ ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലും 1-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതേ ഭാഗം തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും കാണുവാൻ സാധിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ്, ലോഗോസ് എന്നാണ് വചനം കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നതായ ഭാഗം എല്ലാം വാക്കിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കുന്നത്. വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം വാക്കിലൂടെ, വചനത്തിലൂടെയാണ്. പ്രവചനങ്ങൾ നിർവഹിച്ചെല്ലാം വചനത്തിലൂടെയാണ്. അപ്പോൾ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്, വാക്കുകൾക്ക് വലിയ പവർ, ശക്തി ഉണ്ടെന്ന് കാണുവാൻ സാധിക്കും. എല്ലാം തിരിക്കുന്നത് വാക്കുകൾ തന്നെയായിരിക്കും. നമ്മളോട് ആരെങ്കിലും ഒരു കള്ളമായ കാര്യം പറഞ്ഞാലും, നമ്മൾ കണ്ണുകൊണ്ട് വിശ്വസിച്ച കാര്യമായാലും, ഒരുപക്ഷെ കള്ളം നമ്മളോട് പറഞ്ഞാൽ അയാൾ പറയുന്നതിൻ്റെ വാക്കും പവറും അദ്ദേഹത്തിൻ്റെ ശക്തിയും എല്ലാം വെച്ച് നമ്മൾ വിചാരിക്കും, അയ്യോ ശരിയാണോ തെറ്റാണോ. കണ്ണുകൊണ്ട് നമ്മൾ കണ്ട കാര്യമായിരിക്കും, പക്ഷെ അവരുടെ വാക്കുകൊണ്ട് ചിലപ്പോൾ നമ്മളത് കള്ളമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും, ഇല്ലേ? വാക്കുകൾ കൊണ്ട് തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, അല്ലേ? വാക്കുകളുടെ അനുഭവങ്ങളിലൊക്കെ നമുക്ക് പലരെയും നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു ജനസമൂഹത്തെ തന്നെ സൈലൻ്റ് ആക്കാനും വയലൻ്റ് ആക്കാനും വാക്കുകൾ കൊണ്ട് അവിടുന്ന് സാധിക്കും, അല്ലേ? ഇലക്ഷനൊക്കെ വാക്കുകൾ കൊണ്ടാണ് കൂടുതലും അത് ജയവും തോൽവിയൊക്കെ നിർണ്ണയിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്ന ഒരു സൃഷ്ടി തന്നെ ആയിത്തീരുവാൻ, ഒരു ക്രിയേഷൻ തന്നെ ആയിത്തീരുവാനായിട്ട് സാധിച്ചു. എന്താണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നതായ അനുഭവം എന്ന് പറയുന്നത്? ഈ വാക്കുകൾ കൊണ്ട് നിറഞ്ഞതായ അനുഭവത്തിലാണ് യേശു കർത്താവിൻ്റെ ജനനം കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ഈ ആഴ്ചക്കാലം മുഴുവൻ നമ്മൾ ധ്യാനിച്ചതായ ചിന്ത അനൗൺസ്മെൻ്റ് ആണ്. സെക്കരിയാവിനോടുള്ള അനൗൺസ്മെൻറ്റ്, മറിയോടുള്ള അനൗൺസ്മെൻറ്റ്, യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ഇതെല്ലാമാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ യേശു കർത്താവിൻ്റെ ജനനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമായി കാണുവാൻ സാധിക്കും. ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഈ ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതൊരു നിസ്തുല സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. ദ പ്രൂഫ് ഓഫ് ദി ട്രൂ ലവ്, ഒരു വലിയ നിസ്തുല സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണുവാൻ സാധിക്കും. ഈ യഹൂദ ചിന്തയിലെല്ലാം കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ ഒരിക്കലും കാണുവാനായിട്ട് പാടില്ല. ദൈവത്തെ എന്ന് പറയുന്നത് കേൾക്കുക മാത്രം, ത്രൂ ഹിയറിങ് ദൈവത്തെ നമുക്ക് കേൾക്കുക മാത്രം ചെയ്യുവാനായിട്ട്. മോശയൊക്കെ കാണുവാൻ സാധിക്കുന്ന മുൾപ്പടർപ്പിൽ ശബ്ദമാണ്, ഇല്ല? വലിയ ഒരു മുൾപ്പടർപ്പും തീയും എല്ലാം കണ്ടതിന് ശേഷം ശബ്ദം മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും കൊടുങ്കാറ്റ് പോലെ, മന്ദമാരുതം പോലെ, ഇടിമുഴക്കം. ഇതൊക്കെയാണ് ഈ ശബ്ദത്തിലൂടെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ പാഠഭാഗത്തിൽ വായിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്, ഇല്ലേ? ദൈവത്തെ കാണുന്നവർ മരിച്ചു പോകും, അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു, ഭയപ്പെട്ട് നിൽക്കുകയാണ്. എവിടുന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെട്ട് നിൽക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ നമുക്ക് കാണും, അല്ലേ? ഏതെങ്കിലും ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം വന്നാൽ നമുക്ക് കാണും, നമ്മൾ ഭയപ്പെട്ടും. ഒരു അപ്പൻ്റെ ശബ്ദം എന്ന് വിളിച്ചാൽ നമ്മൾ ചിലപ്പോഴും പേടിച്ച് പോകും. അപ്പോൾ ശബ്ദം പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നതായ അനുഭവമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്, നമ്മളിലേക്ക് ഇറങ്ങി വന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു പകരം വയ്ക്കാനില്ലാത്തതായ ഒരു നിസ്തുലമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും ജഡ അവതാരം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ ആയിത്തീരുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് വിശ്വസിച്ചതായ ഒരു കൂട്ടരായിരുന്നു ഈ അന്നത്തെ കാലത്ത് നോസ്റ്റിക് വിഭാഗക്കാർ. അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ദൈവം താഴേക്ക് ഇറങ്ങി വരത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം. എപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് ഒരിക്കലും ദൈവം വരത്തില്ല, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകണം. നമ്മളെപ്പോഴും പള്ളിയിൽ വന്നാൽ മാത്രമേ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ? അങ്ങനെയുണ്ടോ?
പള്ളിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ? അങ്ങനെ ചോദിച്ചതായ ഒരാളോട് മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പള്ളിയിൽ മാത്രം ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്? പള്ളിയിൽ വന്നാൽ മാത്രമാണോ ദൈവം? പള്ളിയിൽ ആണോ ദൈവം വസിക്കുന്നത്? ദൈവത്തിൻ്റെ സ്ഥാനം പള്ളിയാണോ? അപ്പോൾ ഈ ചിന്തകൻ പറയുന്നത്, ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ ഞാൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ഗോഡ്സ് പ്രസൻസ് നാം തിരിച്ചറിയുന്നത് ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതായ അനുഭവമാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ ദൈവത്തിന് മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം ഒരു 400 വർഷത്തെ ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു പ്രവാചക ദൗത്യം യോഹന്നാൻ സ്നാപകന്റെ ആരംഭിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഒരു ജഡ അവതാരം തന്നെ വലിയൊരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ്. അതുവരെയും ദൈവം ഒന്നും സംസാരിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ഒരുപക്ഷെ നമ്മൾ ഇരിക്കുന്ന ഒരു കാലഘട്ടവും ഏകദേശം 2000 വർഷത്തോളമായിട്ടും യേശു കർത്താവിൻ്റെ ജനനം, സ്വർഗാരോഹണത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പാണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒന്നിനൊരു ശിക്ഷയില്ല. ആരും നമ്മളോട് തെറ്റു പറയാനായിട്ടും ഇല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഉപദേശിമാരോ അച്ഛന്മാരോ ഒക്കെ പറയുമായിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നീ തെറ്റ് ചെയ്തു എന്നൊക്കെ പറയണം. ഇപ്പം ആർക്കും, അച്ഛന്മാർക്കും ഉപദേശിമാർക്കൊന്നും ആർക്കും ധൈര്യം പോലും ഇല്ല ചെയ്യുന്നത് മുഖത്ത് നോക്കി തെറ്റാണെന്ന് പറയുവാനായിട്ട്. അഥവാ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഇരിക്കാനായിട്ട് പെട്ടിയുമായിട്ട് വന്നാൽ 1 വർഷം കൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും. പ്രതികരിക്കാൻ പോലും, തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ പോലും സാധിക്കാത്തതായ അനുഭവത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ അഴിമതിയും അക്രമവും പാപവും നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു തെറ്റ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമല്ലാത്തതായ അനുഭവത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. ഇങ്ങനൊരു അവസരത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്. നമ്മോടുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു. അത് സർവ്വജനത്തിനും ഉണ്ടാകാനായിട്ടുള്ള വലിയ ഒരു മഹാ സന്തോഷമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി, ഈ ഒരു ദൈവവചനം, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം, അതൊരു യഥാർത്ഥമായ ഒരു വെളിച്ചമായിരുന്നു. ദ റിസൾട്ട് ഓഫ് ദി റിയൽ ലൈറ്റ്. പരമാർത്ഥമായ വെളിച്ചത്തിൻ്റെ ഒരു പരിണിത ഫലമായിരുന്നു. വേഴ്സ് 5 നമുക്ക് കാണുവാൻ സാധിക്കും, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ച് അടക്കിയില്ല. 9-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും, വേഴ്സ് 9, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. റിയൽ ട്രൂ ലൈറ്റ് അത് ലോകത്തിലേക്ക് വന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്നു, യോഹന്നാൻ അത് വെളിച്ചം ആയിരുന്നില്ല, യോഹന്നാൻ ഒരു ട്രൂ ലൈറ്റ് ആയിരുന്നില്ല, എന്നാൽ വെളിച്ചത്തിന് സാക്ഷി പറയുന്നവൻ ആയിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ലോകം അന്ധകാരം നിറഞ്ഞ ലോകമാണ്. നമുക്ക് പാപം ചെയ്യുവാനായിട്ടും തെറ്റ് ചെയ്യുവാനായിട്ടും സീക്രട്ടായിട്ട് എന്ത് അതിക്രമം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ മാത്രം മതി, നമ്മുടെ ഫിംഗറുകളുടെ ചലനം കൊണ്ട് മാത്രം മതി പാപത്തിലേക്ക് വീഴുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് സ്കൂൾ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ മൊബൈലൊക്കെ മാറ്റി വെക്കുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മൊബൈലും ഒരു റൂമും അവർക്ക് ഒരു സ്റ്റുഡിയോ പോലെ അവർക്ക് കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാതെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നെറ്റ് കണക്ഷനും വലിയ ഒരു ലോകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തെല്ലാം പോപ്പപ്പ് മെസ്സേജുകളാണ് വന്നു പോകുന്നത്. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഏത് ആഴത്തിലേക്കാണ് പോകുന്നത്, തിരിച്ചു കയറി വരാൻ പോലും പറ്റാത്തതായ ഒരു ലോകത്തിലേക്കാണ് ഇന്നത്തെ ഈ ജനതയുടെ ഈ യാത്ര എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതായ അന്ധകാരം നിറഞ്ഞതായ ലോകമാണ്. ആരെ നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയോ എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും സാധിക്കില്ല. അവർ ഏത് സെർച്ച് ഹിസ്റ്ററി വരെ ഡിലീറ്റ് ചെയ്യുവാനായിട്ട് വിരുദ്ധന്മാരായിട്ടുള്ള മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളതായ പ്രിയപ്പെട്ട. നമുക്കൊരിക്കലും അവർ തെറ്റിപ്പോയെന്നോ ഏത് സൈറ്റിലാണ് പോയെന്നോ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും നമുക്ക് സാധിക്കാതെ പോകുന്ന അനുഭവമാണ്. തെറ്റ് ചെയ്യുവാനായിട്ടുള്ള എല്ലാ വഴികളും അന്ധകാരം, ഇരുട്ട് നിറഞ്ഞതായ ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്? ആരാണ് നമുക്ക് വെളിച്ചം പകർന്നു നൽകുന്നത്?
യഥാർത്ഥമായിട്ടുള്ള ആ ക്രിസ്തുവാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 12-ാമത്തെ വാക്യം എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ട വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളണം, അവൻ്റെ നാമത്തിൽ നമുക്ക് വിശ്വസിക്കാം, കുടുംബമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ രക്ഷയുള്ളൂ, ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ, വേറെ ഒന്നും നമുക്ക് വഴിയില്ല. യഥാർത്ഥമായിട്ടുള്ള വെളിച്ചം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്തതായ, ഇതാണ് ലൈറ്റ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്തതായ ഒരു സാഹചര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് 10-ാമത്തെ വാക്യം അവസാനിക്കും ഇങ്ങനെയാണ്: അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ആരും ലൈറ്റ് തേടിപ്പോയില്ല, ആരും ലൈറ്റിലേക്ക് വന്നതുമില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, ക്രിസ്ത്യാനിയുടെ ഇടയിലോട്ട് വന്നു. ക്രിസ്ത്യാനികൾ പോലും, പള്ളിയിലേക്ക് വന്നവർ പോലും, പള്ളിയിൽ കണ്ടവർ പോലും, പ്രാർത്ഥിച്ചവൻ പോലും അവനെ തിരിച്ചറിഞ്ഞില്ല. യഥാർത്ഥമായിട്ടുള്ള റിയൽ ലൈറ്റ് അത് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ 12-ാമത്തെ വാക്യത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് വേഴ്സ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ ആര് വിശ്വസിക്കുന്നോ അവൻ എല്ലാവരും ദൈവമക്കൾ ആയിരിക്കും, ദൈവമക്കൾ ആയി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, നമുക്ക് അവനെ കൈക്കൊള്ളാം, നമുക്ക് നമ്മുടെ മക്കളെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ആ ഒരു പരമാർത്ഥമായിട്ടുള്ള വെളിച്ചം, ആ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ, ലൈറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ ആരാധനയിലും സഭയിലും ഒക്കെ യുവജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവെന്നുള്ളത് ഖേദകരമായ അനുഭവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഭയത്തിൽ മാത്രമായിരിക്കാം ഇവർ +2 വരെ സൺഡേ സ്കൂളിലൊക്കെ അവർ വരുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കണം, ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും ഇത്രയൊക്കെ വളർത്തിയിട്ടും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളെല്ലാം വളർത്തിയിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ ബോംബെയിലോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരാത്തതായ ആളുകളെ നല്ലതായിട്ടറിയാം. അച്ഛന്മാരുടെ മക്കളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എത്ര വലിയ കഷ്ടകരമായ അനുഭവമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്? ഒരു റിയൽ ലൈറ്റ് അതിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കൃപയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കൃപയുടെ സുന്ദരമായ ദൃശ്യമാണ്. മൂന്നാമതായിട്ട് ദ ഔട്ട്ലുക്ക് ഓഫ് ഗുഡ് ഗ്രേസ്. സമൃദ്ധമായ കൃപയുടെ ഒരു സുന്ദരമായ ദൃശ്യമായിരുന്നു ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ദ ഔട്ട്ലുക്ക് ഓഫ് ഗുഡ് ഗ്രേസ്, ഏറ്റവും സുന്ദരമായ ഒരു ദൃശ്യം, സമൃദ്ധമായ കൃപയുടെ, ഗുഡ് ഗ്രേസ്, സമൃദ്ധമായ കൃപയുടെ. വേഴ്സ് 14: വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതവനായവൻ്റെ തേജസ്സായി കണ്ടു. ക്രിസ്തീയതയുടെ മുഖമുദ്ര തന്നെയാണ് അതിൻ്റെ കൃപ എന്ന് പറയുന്നത്. ക്രിസ്തീയതയുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ പാർത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ പറയുന്നത് എസ്കെനോസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് കൂടാരം അടിച്ചു, നമ്മുടെ കൂടെ താമസിച്ചു, നമ്മുടെ കൂടെ കൂടാരം അടിക്കുക വെച്ചാൽ നമ്മുടെ കൂടെ വീടുണ്ടാക്കി താമസിച്ചു എന്നുള്ള അർത്ഥമാണ് ഈ ഗ്രീക്ക് ഭാഗം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളോട് കൂടെ വസിക്കുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൊക്കെയും ആ കൃപ അനുഭവിക്കുന്നവരായി തീരണം. മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭമായും അവർ ഇരുട്ട് നിറഞ്ഞ അനുഭവത്തിൽ അവർക്ക് അഗ്നി തൂണായും ഒരു ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. മനുഷ്യരോട് ദൈവം വിനിമയം ചെയ്ത, കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായ സുന്ദരമായ ഒരു ലാംഗ്വേജാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: പറഞ്ഞു തീരാത്ത ദാനം ഇതാകുന്നു യേശുക്രിസ്തു നമുക്ക് നൽകിയത്. ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിലേക്ക് വന്നതാണ്. ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കാരുണ്യം, ഇത് നമ്മളിലേക്ക് വന്നതാണ് ക്രിസ്തുമസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് അറിയാതെ, അനുഭവിക്കാതെ, ഇത് തിരിച്ചറിയാതെ പോകരുത്. എല്ലാം ത്രൂ ബൈ വേർഡ്, വാക്കിലൂടെ നടന്നതായ വലിയ അത്ഭുതമാണ്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. സൃഷ്ടിപ്പിന് അതിന്
പ്രവൃത്തിയേക്കാൾ അതിന് സാധ്യത ഉണ്ട്. നമ്മുടെ വാക്കുകൊണ്ട് തന്നെ നമ്മുടെ തലമുറയും നമ്മുടെ വാക്കുകൊണ്ട് തന്നെ നമ്മുടെ ജനത്തെയും നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് അവിടെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒരു മാതാവ് ഒരു ടീച്ചറാണ്. ഹസ്ബൻഡ് മരിച്ചുപോയതൊരു കൊലപാതകമായിരുന്നു. സ്വന്തം സഹോദരൻ തന്നെയാണ്. റോഡിലിട്ട് കുത്തിക്കൊന്നതായ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാതാവ് ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ റോഡിലൂടെ വലിച്ചഴച്ച് മദ്യവെച്ച് ഭയങ്കരമായിട്ടുള്ള അക്രമങ്ങൾ ചെയ്ത് ജനിച്ച കുഞ്ഞുങ്ങളും ചെവി കേൾക്കാതെ മൗനമായിട്ടുള്ള കുഞ്ഞാണ്. ഒരു കുഞ്ഞ് മാത്രമാണ് അവൻ ജനിച്ചത്. നല്ലൊരു കുഞ്ഞ്, സുന്ദരമായ ഒരു കുഞ്ഞ്, ഒരു മകൻ അവൻ ജനിച്ചതായ 2-3 വയസ്സ് വന്നതായ സമയത്ത് 3-4 വയസ്സായിട്ടും ഈ കുഞ്ഞ് സംസാരിക്കുന്നില്ല. ഈ മാതാവ് ഉറപ്പിച്ചു, മൂത്ത മക്കൾ വന്നതുപോലെ തന്നെ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അക്രമ നിമിത്തം ഈ കുഞ്ഞും മൗനം തന്നെയായിരിക്കും, സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു 4-5 വയസ്സുള്ളപ്പോൾ ഡോക്ടർ അടുക്കിലേക്ക് പോയപ്പോൾ ഈ മാതാവ് ഡോക്ടർ അടുക്കിലേക്ക് ചെന്ന് കുഞ്ഞ് സംസാരിക്കാത്തതിൻ്റെ കാരണം അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് സംസാരിക്കത്തില്ല. ഇവൻ വലുതായാലും ഇവന് വാക്കുകൊണ്ട് പറയാത്തതായ, അഥവാ സംസാരിച്ചാലും അവൻ വിക്കനായിരിക്കും. അവന് വാക്കുകൾ സ്ഫുടമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മാതാവിന് ഡോക്ടർ ഉപദേശം കൊടുത്തു. ഉപദേശം എന്ന് പറയുന്നത്, ഇവൻ വലുതായാലും ഇവനെ കൊണ്ട് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിങ്ങോ കമ്പ്യൂട്ടറോ അതുപോലെയുള്ള വാക്കുകൊണ്ട് പറയാത്തതായ പ്രവർത്തനത്തിൽ അവനെ ജോലിക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഈ മാതാവ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഇവനൊരു സുവിശേഷ പ്രസംഗകനാക്കുവാനായിട്ടാണ് എനിക്ക് ആഗ്രഹം, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നതിനാക്കി തീർക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. ഡോക്ടർ പറഞ്ഞു, ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് നടക്കുകയില്ല, അവൻ്റെ നാവിൻ്റെ കെട്ട് ഒരിക്കലും അഴിയുകയില്ല. ഈ മാതാവിന് വലിയ വിഷമം തോന്നി, വലിയ പ്രയാസം തോന്നി. ഈ മാതാവ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് ഞാനങ്ങ് കയ്യിൽ വെച്ചു. തലയിൽ കൈവച്ച് പറഞ്ഞു, ഇവൻ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിത്തീരും, അനേക മക്കളെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതായ ഒരു സുവിശേഷ പ്രവർത്തനത്തിലേക്ക് തന്നെ ആയിത്തീരുമെന്ന് ഈ മാതാവ് ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഇന്ന് മാർത്തോമാ സഭയിൽ അറിയപ്പെടുന്നതായ ഒരു വലിയ കൺവെൻഷൻ പ്രസംഗകനാണ് റവറൻഡ് സാം കോശി അച്ഛൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ, നല്ല സ്ഫുടമായിട്ട് അനേകം മക്കളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കേട്ട് നല്ല മനോഹരമായിട്ടുള്ള വചന ശുശ്രൂഷകനാണ് സാം കോശി അച്ഛൻ. അച്ഛൻ്റെ പഠന സമയങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇലന്തൂരിൻ്റെ ഭാഗത്ത് പ്രസംഗ കലയിൽ അച്ഛനെ തോൽപ്പിക്കുവാനായിട്ട് ഒരു മനുഷ്യരും അച്ഛൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. വളരെ സ്ഫുടമായിട്ട് വചനം പറയുന്നതായ അച്ഛൻ. ഇപ്പോൾ അച്ഛൻ ജർമ്മനിയിൽ, സ്വിറ്റ്സർലൻഡിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെമിനാരി അധ്യാപകനായിരുന്നു. ആ ഒരു മാതാവിൻ്റെ ഒറ്റ വാക്കാണ് ആ പവർ ഓഫ് വേർഡ്, ആ ശക്തിയായിരുന്നു ഇവനെ സംസാരിപ്പിക്കുന്നവനായിട്ട് തന്നെ, അവൻ വാക്കുകൊണ്ട് തന്നെ ജീവിക്കുന്നതായ വ്യക്തി ആയിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വാക്ക്, കുഞ്ഞുങ്ങളോട് ചിപ്പോന്ന് പറഞ്ഞാലും മാതാപിതാക്കളോട് നീ വാക്ക് വെറുത്ത് പറഞ്ഞാലും നിനക്ക് ദോഷം അത് നിന്റെ കൺമുമ്പിൽ തന്നെ വന്ന് ഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സകലതും ഉണ്ടായത് ലോഗോസ്, ഒറ്റ വാക്കിലാണ് സകലതും ഉണ്ടായത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ദ പ്രൂഫ് ഓഫ് ദി ട്രൂ ലവ്, നിസ്തുലമായ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ആ വലിയ സ്നേഹം നമ്മെ കരുതിയത്, അതുപോലെ സ്നേഹിച്ചതായ, ജീവൻ നൽകിയതായ ഒരു സ്നേഹവും എങ്ങും നമുക്ക് ലഭിക്കുകയില്ല. ഒരു ട്രൂ ലവ്, യഥാർത്ഥമായ ഒരു സ്നേഹത്തിൻ്റെ തെളിവായിട്ടാണ് യേശുവിൻ്റെ ജനനം. രണ്ടാമതായിട്ട് ദ റിസൾട്ട് ഓഫ് ദ റിയൽ ലൈറ്റ്, ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു യഥാർത്ഥമായ വെളിച്ചത്തിൻ്റെ പരിണത ഫലമായിരുന്നു റിസൾട്ട് ഓഫ് റിയൽ ലൈറ്റ്. ഈ ലൈറ്റ് പലതും തെളിച്ചു തന്നാലും, നമ്മെ പലതും തെറ്റിച്ച് കാണിച്ചു തന്നാലും, ഒരു കൃത്യമായിട്ടും നമുക്ക് പ്രകാശം നൽകുന്നതായ, അന്ധകാരത്തിൽ നമുക്ക് കാണുന്നതായ ഒരേ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ ജനനം തന്നെയായിരുന്നു. തേർഡ്ലി ദ ഔട്ട്ലുക്ക് ഓഫ് ഗുഡ് ഗ്രേസ്, സമർത്ഥമായ ദൈവകൃപയുടെ സുന്ദര ദൃശ്യം. ദ ഔട്ട്ലുക്ക് ഓഫ് ഗുഡ് ഗ്രേസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും മറന്നു പോകരുത്, നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാകുന്നു. ഒരുപക്ഷെ ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ദൈവത്തോട് വർത്തമാനം പറഞ്ഞാൽ മനസ്സിലാകും, നിന്നെ എന്നേ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുത്തേണ്ടവരാണ്. നിന്റെ കൊള്ളരുതായ്മ നിമിത്തം, നിന്റെ അക്രമങ്ങൾ നിമിത്തം, നിന്റെ ദൈവത്തോടുള്ള അടുപ്പം ഇല്ലായ്മ നിമിത്തം ഭൂമിയിൽ നിന്ന് തുടച്ചു കളയേണ്ടത് ആളുകളാണ്.
എന്നാൽ 2021 പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുമ്പോഴും ദൈവം ബലത്തോടെയും സൗഖ്യത്തോടെയും കൃപയോടെ നിർത്തിയിരിക്കുന്നത്, കരുണയോടെ നിർത്തിയിരിക്കുന്നത് ഓൺലി ദ ഗോഡ്സ് ഗ്രേസ്. ആ സമർത്ഥമായ സുന്ദരമായ കൃപ നമുക്ക് അനുഭവിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം ദൈവസന്നിധിയിൽ. ദൈവമേ, ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. പറഞ്ഞു നീരാത്ത ദാനത്തിനായി ദൈവമേ സ്തോത്രം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഡോക്ടർ ആനി ഇപ്പോൾ പ്രാർത്ഥിക്കും. Psalms 145 says, I will exalt you, my God, the King. I will praise your name forever and ever. Every day I will praise you and extol your name forever and ever. O Lord, Heavenly Father, thank you, Lord, for this wonderful morning you have given us, Lord, to be in your presence, Lord, to sing praises to you and to read from your word of God. O Lord, thank you, Lord, for helping us all to come to your presence in this world of pandemic, O Lord. Help us, Lord, to overcome this global crisis, O Lord. O Lord, help us, Lord, to worship you in truth and in spirit, O Lord. O Lord, when we have gathered here, we feel your presence, O Lord. O Lord, O Lord, fill this church with your presence, O Lord. Let everyone who is sitting here feel your presence, O Lord. We ask in your name, O Lord. Thank you, Lord, for helping us all to sing praises to you and to worship you. Many are not getting this opportunity, Lord. Thank you, Lord, for helping us. O Lord, through this pandemic days, O Lord, so many people are sick and are suffering, O Lord, because of this virus, O Lord. O Lord, give them strength to bear all this, O Lord. O Lord, only you can remove this pandemic from this world, O Lord. We believe that only you can remove this, O Lord. O Lord, help all the people who are sick and who are suffering, O Lord. O Lord, we pray for so many people who are, O Lord, in fear and anxiety because of this pandemic, O Lord. We pray for all of them. We thank you, Jesus, for all the frontline workers who are working, Lord, for the doctors, for the nurses, and for all the workers, O Lord, who are helping the people to come out of this, Lord. We thank you for them, O Lord. O Lord, we pray for our parish, O Lord, all the members of this parish, O Lord. O Lord, you have helped each one of us through this day, Lord. Thank you, Lord. O Lord, if we say enough, then also the thanks will not be enough, O Lord. That much, Lord, you have cared for us, O Lord. O Lord, we pray for Achan and family who is leading this church, O Lord. Lord, through him we could hear today, O Lord, that the words that would come from our mouth, that is, O Lord, help us, Lord, to say helpful words, not harmful words to others, O Lord. Lord, we have heard today that, Lord, you can lead the people from darkness to light. O Lord, we heard today that Jesus came down with full of grace and truth, O Lord. Thank you, Lord. Lord, like we heard that mother's prayer helped the child to be your witness, a great witness to this society. O Lord, let our prayers reach you, O Lord. O Lord, we pray for all the organizations of this church, O Lord. We pray for the senior members of this church, O Lord. O Lord, help them to bear this cold season, O Lord, and, O Lord, remove all their ailments, O Lord. We pray for the society, O Lord. In our church, they are doing so many good things to the poor people around us, O Lord. They are making our church reach to the poor people, O Lord. And we thank each members of the society who are eager to do your work, O Lord. We thank our Achan who is guiding them, O Lord. We pray for the children of the church, O Lord. Each of the children we place in your hands, O Lord.
O Lord, through these days they are going through the mobile and all this, O Lord. O Lord, we know that the fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. O Lord, we place each of the child into your hands of this church, O Lord. O Lord, we pray for the youth of this church. Let no youth go into the evil ways, O Lord. We thank you, Lord, for all the children, all the youth of our church, and give them into your hands, O Lord. Every day we pray that no youth of this church should go beyond the temptations of this world, O Lord. O Lord, we know that you hear our prayers, O Lord. Pray for all those who have bowed their heads in your presence, O Lord. O Lord, we are sinners. O Lord, forgive us and cleanse us with your blood, O Lord. O Lord, let your kingdom come into this church, in our lives, O Lord, in our homes, and into this society, O Lord. O Lord, we thank you for each and everything you have given us, for all the blessings you have given us. In Jesus' almighty name we pray. Amen. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് നാം ഒരുങ്ങി വന്നിരിക്കുന്നല്ലോ. വിശുദ്ധ കുർബാന അത് എല്ലാവർക്കും അത് സാധ്യമല്ല. പാപമോചനം ലഭിച്ചവർക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന സ്വീകരിപ്പാനായിട്ട് യോഗ്യതയുള്ളത്. കർത്താവേ, ഈ കുംഭസാരത്തിൻ്റെ കൂദാശ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ ചിന്തയിലോ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇന്നത്തെ ഒരു കുംഭസാര കൂദാശയിലൂടെ പാപമോചനം ലഭിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ നമുക്ക് ആയിത്തീരാം. നമ്മുടെ കുറവുകളും ബലഹീനങ്ങളൊക്കെ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ രോഗത്തിന് സൗഖ്യമായി ഈ വിശുദ്ധ കുർബാന തീരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി വന്നിരിക്കുന്നവർ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടും കുംഭസാരത്തിൻ്റെ ഈ കൂദാശ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലും. തള്ളയെ പോൽ നാമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി, ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ, ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്ന കണ്ണു നിറയുന്ന രക്ഷകനെ, പൊന്നേശു തമ്പുരാ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചുത ജീവൻ. സർവശക്തിയുള്ള തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതനുഭവിച്ച് മരിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സ്ഥലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞു സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ ന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയകളെ നിങ്ങളിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്ങളായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിക്കാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തിയിൽ നിന്നും എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടുത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കും. കർത്താവേ, ഞാൻ അനുഭവിക്കുന്നു തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പൂർണനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജന്മ നൽകാൻ
പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, പാപവും നീക്കെന്നിൽ നിന്നൻ പ്രിയനാ, പാപബന്ധം നീ എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പിൻ. കർത്താവേ, നിന്റെ സഭയ്ക്ക് നിന്റെ ആടുകൾക്ക് നിന്റെ ഇടവയ്ക്ക് നിത്യമായിരിക്കുന്ന നിരപ്പസമാധാനം സത്യസ്നേഹം എല്ലായ്പ്പോഴും നീ നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകത്തിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മെശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതിരത്തിൽ ഈ സമയത്ത് നമ്മളെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സത്യ ദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും വിശുദ്ധരുമായും ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവ് കൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, കാണപ്പെടാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാത്ത നിരകളോടും വിശ്വാസമുള്ള നിന്റെ ജനമൊക്കെ ആത്മീയമായി യോജിച്ചുകൊണ്ട് ശ്രാഫ്യന്മാരെ പോലെ മുൻമടങ്ങായി നിന്നെ സ്തുതിച്ച് ഉച്ചത്തിൽ ആർത്തു പറയുന്നു. കോയേനാൻ ഓ മോറിനാ രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവൻ എടുത്തു.
സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്ത എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, എല്ലാവരും അവന്റെ പ്രവൃത്തികൾ പോലെ നീ പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കരമായ അടയാളങ്ങളോടുകൂടെ വിസ്മരണീയവും അത്ഭുതകരമായ നിന്റെ രക്ഷണ വ്യാപാരം ഞങ്ങൾക്ക് മറന്നിരിക്കുന്നവയല്ലേ. ഇത് ഹേതുവായിട്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചൊല്ലുന്നു. ലബൂ കാതമറോ കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. എന്റെ മേലും നിന്റെ അവകാശത്തിന്മേലൊക്കെ കരുണ തോന്നണമേ. നിത്യമായി നിന്ന് പുറപ്പെടുകയും സാരാംശത്തിന്റെ പുത്രനെ പ്രാപിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധമായ നീ തിരുവള്ളമുണ്ടായി കാഴ്ചകളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് മരളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് മരളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് മരളി ചെയ്തതേതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിപ്പാ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസാളവിൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിപ്പാ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോട് കൂടെ ആനന്ദിക്കുന്നവരായി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകോപത്തിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. കർത്താവേ, 4 ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യോസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ കുര്യലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശിഷന്മാർ, സമാശന്മാർ മുതലായി പട്ടത്തത്തിനടുത്ത് എല്ലാവരെയും കരുണയോട് ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപുറത്തിക്ക് ഞങ്ങളെയും യോഗ്യതരാക്കി
സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ക്രിയലായിസോൻ, ക്രിയലായിസോൻ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലയുടെ വണക്കാം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, നീ ചെയ്തതായ ഉപകാരങ്ങൾ കർത്താവേ, ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി, ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾക്കായി ദൈവമേ സ്തുതി. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. 2020 അവസാന മാസത്തിൽ കർത്താവേ ഞങ്ങൾ വന്നിരിക്കുന്നല്ലോ. ഏതാനും നാളുകൾക്ക് ശേഷം പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഹല്ലേലൂയ കർത്താവ് പരിപാലിച്ചല്ലോ. നമ്മുടെ ഈ ആയുസിന്റെ നിമിഷം വരെ ഇവിടുന്ന് പരിപാലിച്ചല്ലോ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ കർത്താവേ, ഞങ്ങൾ ആത്മഹത്യ ചിന്തിച്ചതായ അനുഭവങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ടു പോയതായ അനുഭവങ്ങൾ, ഞങ്ങളുടെ നിരാശ പ്രയാസങ്ങളുടെ മധ്യമെല്ലാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നീ താങ്ങിയതിനായി ദൈവമേ സ്തുതി, സ്തോത്രം കർത്താവേ. ആരും അലക്ഷ്യമായിട്ട് നിൽക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, അലക്ഷ്യമായിട്ട് നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗൗരവമായിട്ട് കർത്താവേ ഹല്ലേലൂയ നീ ഒന്ന് സ്പർശിക്കണമേ ദൈവമേ സ്തോത്രം കർത്താവേ. ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നവർ കർത്താവേ, പള്ളിയിൽ വന്ന് സംബന്ധിക്കുന്ന കർത്താവിനെ കാണുവാൻ കർത്താവേ, ഞങ്ങൾക്കൊന്നിനുമല്ല കർത്താവേ, വേറെ ഒരു ഉദ്ദേശവുമല്ല, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം കർത്താവേ, ഞങ്ങൾ പാടുവാൻ വേണ്ടി മാത്രം വന്നവരല്ല കർത്താവേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിപ്പാൻ വേണ്ടി വന്നവരാണ് കർത്താവേ. നിന്നെ സ്തുതിക്കുന്നവരായി, നിന്നെ ആരാധിക്കുന്നവരായി, ഞങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തിന് ഇറക്കി വെക്കുന്നവരായി കർത്താവ് തീരുവാൻ ഹല്ലേലൂയ നീ സഹായിക്കുന്നതിനായി ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവത്തിന് നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കും കർത്താവേ. നിന്റെ ആ വലിയ സ്നേഹം കർത്താവേ, ആ വചനം കർത്താവേ ഞങ്ങളിലേക്കൊന്ന് ഇറങ്ങണമേ കർത്താവേ. ആ യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ കർത്താവേ, ആ യഥാർത്ഥമായിട്ടുള്ള കർത്താവേ, ആ സ്നേഹത്തിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ, ആ പ്രകാശം കർത്താവ് ഞങ്ങൾക്കൊന്ന് കാണുവാൻ, ആ കൃപ ഞങ്ങളൊന്ന് അനുഭവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതി കർത്താവേ, സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നിന്റെ കൃപയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാനായിട്ട് ഒന്നുമില്ലല്ലോ. നടത്തിയ വിധങ്ങൾക്കും അത്ഭുതകരമായ പരിപാലനത്തിനുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി ആരും മൗനമായി നിൽക്കാതെ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങളുടെ അതിരങ്ങളെന്ന് ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തുതി പറയാം. ദൈവം നമുക്ക് കുടുംബജീവൻ നൽകി നമുക്ക് സ്തോത്രം പറയാം. ദൈവം നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ, തലമുറകളെ നൽകിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ എങ്കിലും നീ നൽകിയിട്ടുള്ള ദാനങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതായ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതായ ദാനങ്ങളെ കുറിച്ച് ഞങ്ങൾ കർത്താവേ ഞങ്ങൾ നിഗളിച്ച് കുറ്റം പറഞ്ഞു പോകുന്നവരാകുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവുകളെ കുറിച്ച് ക്ഷമിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ കൃപയാകുന്നല്ലോ, നിന്റെ കരുണയ്ക്കായി ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. കർത്താവേ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പിതാക്കന്മാർ, വൈദികർ, സുവിശേഷകർ, വിശ്വാസ സമൂഹം എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകത്തിന്റെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക നേതാക്കൾക്ക് വേണ്ടി കർത്താവെ ആഭ്യന്തര കലഹങ്ങളിലൊക്കെ വിടുവിക്കണമേ. ദേശത്തോട് നീ കരുണ തോന്നണമേ. ഇന്ത്യ മഹാരാജ്യത്തിന് കർത്താവെ നല്ല ഭരണം കാഴ്ചവെപ്പാൻ തക്കവണ്ണം നേതാക്കൾക്ക് അടുത്ത് സാധിക്കണമേ, സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്നല്ലോ, എങ്ങനെ മുന്നോട്ട് ജീവിക്കും കർത്താവെ? ഞങ്ങളുടെ ആഹാരം പോലും കർത്താവെ വഴിമുട്ടി നിൽക്കുന്ന അനുഭവത്തിൽ കർത്താവെ ആയിരിക്കുന്നല്ലോ. കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേലുള്ള കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ ജീവിതത്തിലെ ബിസിനസ് സംബന്ധിച്ച് പ്രയാസങ്ങൾ, വിഷമങ്ങൾ നേരിടുന്നവർ, സാമ്പത്തിക പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ നേരിടുന്ന പ്രിയപ്പെട്ട കർത്താവെ ഹല്ലേലൂയ ദൈവമേ നീ കരുണ തോന്നണം. പ്രത്യേകിച്ച് കർത്താവെ ആത്മീയതയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതായ പ്രിയപ്പെട്ടവർ, അവർക്ക് ദൈവം വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മീയമായ ഒരു തിരിച്ചുവരവ് നീ നൽകണമേ. മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ ഹല്ലേലൂയ നിന്റെ ഒരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. കർത്താവ് ഒരു വാക്കുമൂലം കർത്താവെ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചതായ അനുഭവങ്ങളെ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവെ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി കർത്താവ്, എന്റെ ബാലിക്കാരന് സൗഖ്യം വരും കർത്താവെ. നീ ഒരു വാക്ക്, നിന്റെ ഒരു വാക്ക് മതി കർത്താവെ. ഞങ്ങൾക്കൊരു സൗഖ്യം വരുവാൻ, ഞങ്ങൾക്കൊരു രക്ഷ വരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ഒരു വാക്ക് മതി കർത്താവെ. നിന്റെ ഒരു മൃദുസ്വരം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് ഈ ആരാധന ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ആ ശബ്ദം കേട്ട് കർത്താവെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്നെ കൈവിടുകയില്ല
എന്നുള്ള ആ വാഗ്ദാനം കേൾപ്പാൻ തക്കണം. ഹല്ലേലൂയ, നീ എന്നെ സഹായിക്കണമേ കർത്താവേ. ലോക ജനത മുഴുവൻ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും യഥാർത്ഥമായിട്ടുള്ള വെളിച്ചവും കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുവാൻ, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ പാർത്തതായ തിരിച്ചറിയുവാൻ, അനുഭവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരെങ്കിലും പ്രയാസത്തോടെ വിഷമത്തോടെ വന്നിരിക്കുന്ന ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രോഗികളെ ഓർക്കുന്നെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന മതി, നിങ്ങളുടെ ഒരു അധരം ഒന്ന് ചലിപ്പിച്ചാൽ മതി. കർത്താവ് ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന മൂലം കർത്താവ് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനേകർ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർ കർത്താവ് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് കർത്താവെ ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ കരുണ തോന്നണമേ. പ്രത്യേകിച്ച് അയ്യപ്പനാൾ ബേബി ആന്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവെ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെയും വീട്ടിലേക്ക് വരുവാനും കർത്താവെ നടക്കുവാനൊക്കെ കർത്താവെ സഹായിച്ചല്ലോ. നിന്റെ മകളുടെ സാക്ഷ്യം കർത്താവെ പള്ളിയിലെ പ്രാർത്ഥനയാകുന്നല്ലോ. ഇത്രത്തോളം സൗഖ്യത്തെ നീ കൊടുത്തതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, കൈകാലുകൾക്ക് ബലത്തോട് നൽകണമേ. സീനാമോൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, സൗഖ്യത്തെ നൽകണമേ. ഹോസ്പിറ്റലായിരിക്കുന്ന കെ പി രാജേഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്രത്തോളം സൗഖ്യത്തോട് നൽകിയല്ലോ. എല്ലാ കൃപകൾക്കും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളുടെ പേര് പറഞ്ഞ പ്രിയപ്പെട്ട വാർദ്ധക്യ സഹജമായി ഭവനങ്ങളിലായിരിക്കുന്നവർ, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തലയ്ക്ക് പ്രയാസങ്ങൾ, ഭാരങ്ങൾ, കാലിന് പ്രയാസങ്ങൾ നേരിടുന്ന പ്രിയപ്പെട്ടവർ, വയറ് സംബന്ധിച്ച് പ്രയാസങ്ങൾ, അതിരങ്ങളിലൊക്കെ പ്രയാസങ്ങൾ നേരിടുന്നവർ, കർത്താവെ നീ സൗഖ്യം നൽകണമേ. നിന്റെ വാക്കുമൂലം ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ സഹായിക്കണമേ. കർത്താവെ, മാനസികമായി തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖത്തിന്റെ നിരാശയിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയിൽ ആരെങ്കിലും രോഗികളായിട്ട് സംബന്ധിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ വാക്ക് നീ കേൾക്കുവാനായിട്ട് പോവുകയാണ്. അവൻ ദൂരത്തല്ല, നിന്റെ സമീപത്ത് തന്നെ നിൽക്കുന്ന കർത്താവേ, ആ വാക്ക് നീ ഒന്ന് പറയണമേ. നീ ഒന്ന് തന്നെ സ്പർശിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കാം. മാനസികമായി തകർന്ന അനുഭവത്തിൽ, വിഷമതകളുടെ അനുഭവങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് സങ്കടപ്പെട്ട് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്ത ആ ദൈവം ഹല്ലേലൂയ നിന്നോട് കൂടെയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം കർത്താവേ. പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ മധ്യ കർത്താവേ സൗഖ്യം നീ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തൊട്ട് സമീപമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ മൂലം വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ കർത്താവെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വിദൂരങ്ങൾ വിദേശങ്ങളിലായിരിക്കുന്നവർ, കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ, തക്ക തുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബജീവിതത്തിന് വേണ്ടി കർത്താവെ തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും സഭയുടെയും ദേശത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. കരുണകളുടെ പിതാവാം ദൈവമേ, നിങ്ങളിലേക്ക് ശബ്ദമെത്തി നമസ്കരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചു ചൊല്ലുവാനായി ഞങ്ങളുടെ വായുകളെയും മധുരങ്ങളെയും തുറക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബോധങ്ങളെയും നിരൂപങ്ങളെയും വെളിപ്പാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനായ ഞങ്ങളുടെ കർത്താവ് ദൈവമേ, കർത്താവേ, നിന്റെ സകല കൃപകളും നിന്റെ സകല അനുഗ്രഹങ്ങളും നിന്റെ സകല നൽവരങ്ങളും നിന്റെ സഭയുടെയും ഇടവകയുടെയും ആടുകളിൽ മേൽ വന്ന് ആവസിച്ചിത്തപ്പെടുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകത്വനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുക്കുൽ സുബ്ഹാൻ വൽമിൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാമാ
ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറി പീഡാനുഭവങ്ങളാ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയും നേർന്നായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്തേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്കാർക്കും കുറ്റത്തിലും ശിക്ഷാവിധിക്കുമായി ഭവിക്കരുത്, എന്നാലോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം നീ ചൊരിയണമേ. കർത്താവേ, നിന്റെ ഏകപുത്രൻ തിരുശരീരങ്ങളായി തീർന്ന നിന്റെ ദൈവിക ദാനത്തെ ഞങ്ങളെ യോഗ്യതരാക്കിയ നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവൻ മുഖാന്തരം അവനോടും അവന്റെ വിശുദ്ധരുഹായോടും കൂടെ സ്തുതിയും ബഹുമാനം ആധിപത്യവും നേക്ക് യോഗ്യമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾക്ക് നാശമില്ലാത്ത ആഹാരമായി തീരുമാനമായിട്ട് ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായ മിശിഹാ തമ്പുരാനെ, രണ്ടാമത് എഴുന്നള്ളത്തിൽ ഞങ്ങൾ കെട്ടാതെ അഗ്നിക്ക് ഞങ്ങളെ ഇരയായി തീരരുതേ. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ഓശോ വബുക്കുൽ സുബ്ഹാൽ വൽമിൻ. ആമേൻ. ബാരക്കല്ലുകുലാർ ആലോഹ നതറലുകുലാർ ബോറുയ ഉറഹദ് ഹായിൻ ഹാമോല
കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ ഞങ്ങളടയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ, നിന്റെ ദാസന്റെ പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. സഹോദരൻ പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ആജ്ഞകൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകാം. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിനെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ള തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമാകുന്നടിയാർഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനയാ കരുണയും സഹായലേപ്പാ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തേശുവിൻ കുരിശാലും ദൈവത്തിന്റെ വലിയ കൃപയാലും കരുണയാലും നമുക്ക് ഇന്ന് ഒരുമിച്ച്